പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ വിശുദ്ധ ദിവസത്തിലും ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് അതെ, സമയം തക്കത്തിൽ ഉപയോഗിക്കുക. അതായത് ദൈവമക്കളായ നാം ഓരോരുത്തരും സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഗ്രഹിച്ചുകൊണ്ട് ഓരോ നാളും നാം ജീവിക്കുമ്പോൾ നിശ്ചയമായി തക്ക സമയത്ത് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് എടുക്കപ്പെടുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. തക്ക സമയത്തെക്കുറിച്ച് 3 വാക്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 1, അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാം വചനം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. അതെ, നാം ഓരോരുത്തരും ബലഹീനരായിരുന്നു, നാം പാപികളായിരുന്നു, നാം ശത്രുക്കളായിരുന്നു, കോപത്തിൻ്റെ മക്കളായിരുന്നു. എന്നാൽ ആ സമയത്ത് തക്ക സമയത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചു. ഭക്തിയില്ലാത്ത പാപികളായിരുന്ന, കോപപാത്രങ്ങളായിരുന്ന, ശത്രുക്കളായിരുന്ന നമുക്ക് വേണ്ടി തക്ക സമയത്ത് യേശു ക്രിസ്തു മരിച്ചതുകൊണ്ട് ഈ രക്ഷ നമുക്ക് പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. ഇന്നും ആ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. യേശുക്രിസ്തു വിശ്വസിക്കുന്ന സകലരും രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ആയതിനാൽ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, കുടുംബങ്ങളായി രക്ഷ പ്രാപിക്കുക. ആമേൻ. വീണ്ടും നാം വായിക്കുന്നു, അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 13, 14, 15 വചനങ്ങളിൽ അവിടെ പൗലോസ് ഇങ്ങനെ പറയുന്നു: നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം. അതെ, കർത്താവ് നമുക്ക് നൽകുന്ന ഓരോ കൽപ്പനകളും ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെയും നാം പ്രമാണിക്കേണ്ടതാകുന്നു. എന്നിട്ട് വീണ്ടും പറയുന്നു എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുൻപിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. നമ്മുടെ പിതാവായ ദൈവം സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവമാണ്. 2, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പീലാത്തോസിൻ്റെ മുൻപിൽ നല്ല സ്വീകാരം കഴിച്ചു. ആമേൻ. നല്ല സാക്ഷ്യമുള്ള വ്യക്തിത്വമായിരുന്നു. അങ്ങനെയാണെങ്കിൽ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ആമേൻ ഇന്നൊരു ചലനമില്ലാതിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ആത്മീക ജീവിതത്തിൽ ചത്ത അനുഭവങ്ങളെ, മരിച്ച അനുഭവങ്ങളെ ദൈവകരങ്ങളെ സമർപ്പിക്കുമ്പോൾ കർത്താവ് സകലത്തെയും ജീവിപ്പിക്കുവാനിടയായിത്തീരും. യേശു ക്രിസ്തുവിനെ പോലെ സാക്ഷ്യമുള്ളവരെ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കും. എന്നാൽ 15, 16 വചനങ്ങൾ നാം ശ്രദ്ധിക്കണം. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. അതേ, തക്ക സമയത്ത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതുപോലെ തന്നെ തക്ക സമയത്ത് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും പിതാവായ ദൈവം വരുത്തും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആർക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനിടയായിത്തീരും? ആ പ്രത്യക്ഷതയിൽ ആർക്കെടുക്കപ്പെടുവാനിടയായിത്തീരും? എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാം വചനത്തിൽ വായിക്കുന്നു: ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ആമേൻ. ഇത് ദുഷ്കാലമാണ്, ഇത് അന്ത്യകാലമാണ്, ഇത് കൃപായുഗമാണ്. ആമേൻ. ഈ കാലത്ത് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട്
ആരൊക്കെയാണോ അവൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നത്, യേശു കർത്താവിനെ ഹൃദയംഗമായി വിശ്വസിക്കുന്നത്, വായ്കൊണ്ട് ഏറ്റുപറയുന്നത്, ദൈവകൽപ്പനകൾ അനുസരിച്ച് അവൻ മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, വിശുദ്ധി, വേർപാട്, പ്രാർത്ഥന, ഉപദേശം കൈക്കൊണ്ട് കൂട്ടായ്മ കാണിച്ച് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെയും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുന്നത് അവർക്ക് ആ തക്ക സമയത്ത് വെളിപ്പെടുന്ന പ്രത്യക്ഷതയിൽ എടുക്കപ്പെടുവാൻ ഇടയായി തീരും. പ്രിയ ദൈവമക്കളെ, ആയതിനാൽ നാം ഒന്ന് ചിന്തിക്കുക. തക്ക സമയത്ത് ക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ, നമുക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ, നിശ്ചയമായ കർത്താവായ യേശു ക്രിസ്തു തക്ക സമയത്ത് നമ്മെ ചേർക്കുവാൻ വെളിപ്പെടും. യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ സമയത്തെ ആർക്കും മാറ്റുവാൻ കഴിയത്തില്ല. എന്നാൽ നമുക്കൊന്ന് ചെയ്യുവാൻ കഴിയും. ഇത് ദുഷ്കാലം, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥനയോടും വചനധ്യാനത്തോടും ദൈവവുമായിട്ടുള്ള ആഴമായ സ്നേഹബന്ധത്തിൽ നിലനിന്നുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം. വീണ്ടും വായിക്കുന്നത്, ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഇതുവരെയും നാം ഗ്രഹിച്ചില്ല എങ്കിൽ നാം ബുദ്ധിയില്ലാത്തവരാണ്. എന്നാൽ ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടമില്ലെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. ദൈവഹിതമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് അതിനടിമപ്പെട്ട് മത്തരായി പോകരുത്. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എങ്കിൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന വചനപ്രകാരം തക്ക സമയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? 19-20 വചനങ്ങളിൽ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അതെ, എപ്പോഴും ആത്മാവ് നിറഞ്ഞവരായി സ്തുതി സ്തോത്രവും ആത്മീയ കാര്യങ്ങൾ തമ്മിൽ സംസാരിച്ച് ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ട് കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വചനപ്രകാരം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അതേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. അപ്പാ, അങ്ങ് തക്ക സമയത്ത് അങ്ങയുടെ പ്രത്യക്ഷത വെളിപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അങ്ങക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ അങ്ങയുടെ ഇഷ്ടമില്ലെന്ന് ഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം 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 അങ്ങയുടെ നാമമഹത്വത്തിനായി കാണപ്പെടുവാൻ സഹായിക്കണമേ. ആമേൻ. സ്തോത്രം സ്തോത്രം. അതുകൊണ്ട് തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീനെന്ന വചനപ്രകാരം ഇന്ന് പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മറുപടികൾ ലഭിക്കുവാനും ദൈവസന്നിധിയിൽ യഹോവയുടെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നുകൊണ്ട് തക്ക സമയത്ത് ലഭിക്കുന്ന ഉയർച്ച അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ സഹായിക്കണം. അങ്ങയുടെ വരവിനായി ഞങ്ങളെല്ലാവരും ഒരുങ്ങുവാനിടയാക്കണം. താഴ്ത്തുനിന്ന് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.